ആദ്യകാല കമ്മ്യൂണിസ്റ്റുകൾ നാടിന്റെ സാമൂഹിക ജീവിതത്തെ നിയന്ത്രിച്ചതും സ്വാധീനിച്ചതുമാണ് കേരളം നേടിയ മുന്നേറ്റത്തിന് ആധാരമെന്ന് CPM ജില്ലാ കമ്മിറ്റി അംഗം ടി ശശിധരൻ. CPMന്റെ സമുന്നത നേതാവും ഗവൺമെന്റ് ചീഫ് വിപ്പുമായിരുന്ന KP അരവിന്ദാക്ഷന്റെ 19ാം ചരമവാർഷികാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച അനുസ്മരണ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ സാമൂഹിക ജീവിത ബോധത്തെ നിയന്ത്രിച്ചത് കോൺഗ്രസോ മതമോ BJPയോ സവർണനോ അവർണനോ അല്ല. ഇടതുപക്ഷമാണ് കേരളത്തിന്റെ സാമൂഹിക ജീവിത ബോധത്തെ നിയന്ത്രിച്ചത്. ഒരു കൊടി ഇങ്ങനെ കുത്തിപ്പിടിച്ചിട്ട് സ്വാധീനമുണ്ടാക്കിയതല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഗ്രന്ഥശാല പ്രസ്ഥാനവും യുക്തിവാദി പ്രസ്ഥാനവും ശാസ്ത്ര സാഹിത്യ പരിഷത്തും ഉൾപ്പെടുന്ന വിശാല ഇടതുപക്ഷത്തിന്റെ ഇടപെടലുകളാണ് കേരളത്തിന്റെ സാമൂഹിക ജീവിത ബോധത്തെ നിയന്ത്രിച്ചതെന്നും DYFI മുൻ സംസ്ഥാന സെക്രട്ടറി കൂടിയായ ശശിധരൻ കൂട്ടിച്ചേർത്തു. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് സ്വാധീനം ഉണ്ടായത് കേരളത്തിന്റെ സാമൂഹ്യ ജീവിത ബോധത്തെ അതിനെ നിയന്ത്രിച്ചതാരാ? കോൺഗ്രസ് ആണോ? സാമൂഹ്യ ജീവിതത്തെ നിയന്ത്രിച്ചത് ഏതെങ്കിലും മതമാണോ? സാമൂഹ്യ ജീവിതത്തെ നിയന്ത്രിച്ചത് BJP ആണോ? സാമൂഹ്യ ജീവിതത്തെ നിയന്ത്രിച്ചത് സവർണനാണോ അവർണനാണോ? കേരളത്തിന്റെ സാമൂഹ്യ ജീവിത ബോധത്തെ നിയന്ത്രിച്ചത് ലെഫ്റ്റാണ്. ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായ ലെഫ്റ്റുമുണ്ട്, അശാസ്ത്രീയമായ ലെഫ്റ്റുമുണ്ട്. നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുന്നത് ശാസ്ത്രീയ ലെഫ്റ്റാണ്. ആ ശാസ്ത്രീയ ലെഫ്റ്റിൽ ആരൊക്കെല്ലാം വരും? CPM ഉണ്ട്. നേരത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒറ്റയ്ക്കായിരുന്നു. CPI എന്ന് പറഞ്ഞാൽ അത് അവിഭക്ത പാർട്ടിയാണ്. അതിനാണ് ത്യാഗത്തിന്റെ ഏറ്റവും വലിയ പാരമ്പര്യമുള്ളത്. CPIM കേച്ചേരി ചൂണ്ടൽ ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പെരുമണ്ണ് സെന്ററിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തോടെയാണ് ദിനാചരണ ചടങ്ങുകൾക്ക് തുടക്കമായത്. കേച്ചേരി സെന്ററിൽ നടന്ന പൊതുയോഗത്തിൽ ഏരിയ കമ്മിറ്റി അംഗം MB പ്രവീൺ അധ്യക്ഷനായി. ജില്ലാ കമ്മിറ്റി അംഗം MN സത്യൻ, ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ, ലോക്കൽ സെക്രട്ടറിമാരായ TC സെബാസ്റ്റ്യൻ, M പീതാംബരൻ, മുതിർന്ന നേതാവ് KP വിശ്വനാഥൻ, ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനി പ്രസാദ് എന്നിവർ സംസാരിച്ചു. നേതാക്കളായ PB അനൂപ്, TA ഫൈസൽ, AV വല്ലഭൻ, KS കരീം, PT ജോസ് തുടങ്ങിയവർ നേതൃത്വം നൽകി.